സൈബർ പോരാളികൾ പാരയായെന്ന് CPM, ആരാണ് പോരാളി ഷാജി എന്ന് MV ജയരാജൻ. CPMനെ തിരിഞ്ഞുകുത്തി സൈബർ പോരാളികൾ. മൊത്തത്തിൽ സംഭവം കൈവിട്ടുപോയ അവസ്ഥയായി, ഒരു കൈവിട്ട കളി തന്നെയായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് കവചമൊരുക്കിയ സൈബർ പോരാളികൾ ഒടുവിൽ പുരയ്ക്കു മുകളിൽ വളർന്നതോടെ വേരറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPM. വ്യക്തിപൂജയും അനവസരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിയന്ത്രണങ്ങളില്ലാത്ത രീതിയിലുള്ള പോസ്റ്ററുകളും വെല്ലുവിളികളുമാണ് പാർട്ടിയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പാർട്ടി വിരുദ്ധ പോസ്റ്ററുകൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന സൈബർ സംവിധാനം ഔദ്യോഗികമായി CPMനുണ്ട്. എന്നാൽ പലപ്പോഴും പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ മുതലായ അനൌദ്യോഗിക ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ മുഖം എന്നാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെല്ലാം സ്വന്തമായി സൈബർ വിങ്ങിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇവർക്ക് സാങ്കേതിക വിദഗ്ധരുടെ ക്ലാസ് നൽകിയാണ് സത്യത്തിൽ ഇവരെയൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. പാർട്ടിയുടെയും നേതാക്കളുടെയും ഔദ്യോഗിക പേജുകളിൽ വരുന്ന പോസ്റ്റുകളും ട്രോളുകളും പ്രചരിപ്പിക്കാനാണ് ഇവർക്കുള്ള നിർദ്ദേശം. പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് ചുമതലപ്പെടുത്തുന്നവർ കൃത്യമായ മറുപടി കമന്റ് ബോക്സിൽ നൽകും. ഇത്തരം കമന്റുകൾക്ക് ലൈക്ക് നൽകി പ്രചരിപ്പിക്കുകയാണ് ഈ ഔദ്യോഗിക ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം. ഔദ്യോഗിക സൈബർ ഗ്രൂപ്പിനേക്കാൾ വേഗത്തിലാണ് പോരാളി ഷാജിയെ പോലുള്ളവർ പക്ഷേ സൈബർ ഇടത്തിന്റെ പാർട്ടിയുടെ നാവായി മാറുന്നത്. ശക്തമായ ഭാഷയും കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങളുമായാണ് ഇവർ എതിരാളികളെ ആക്രമിക്കുന്നത്. ഇതാണ് ഇവരിലേക്ക് അണികളെ ആകർഷിക്കുന്ന ഒരു സംഭവവും. നേതാക്കന്മാർ പലപ്പോഴും സംയമനത്തിന്റെ ഭാഷ ഉപയോഗിക്കുമ്പോൾ ആക്രമോത്സുകമായ ഭാഷ അവതരിപ്പിക്കുന്നതിനാലാണ് അണികളും അനുഭാവികളും ഇത്തരം സൈബർ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത്. ജയിക്കുമ്പോൾ സൈബർ പോരാളികൾ കൊള്ളാം, തോൽക്കുമ്പോൾ പഴി എന്ന നിലപാടാണ് പക്ഷേ ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ MV ജയരാജൻ സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് എന്നതാണ്. അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല പോസ്റ്റായി പിന്നെ വരുന്നത്. ഇടതുപക്ഷ വിരുദ്ധ CPIM വിരുദ്ധ പോസ്റ്റുകളാണ് പിന്നീട് വരുന്നത്. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാണ് ജയരാജന്റെ അഭിപ്രായം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണത്തിന് വഴിയൊരുക്കിയതിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ പോരാളികൾക്ക് ലഭിച്ച ഒരു അഭിനന്ദനം ചെറുതൊന്നുമല്ല. ഇപ്പോൾ ഉയർന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സൈബർ പേജുകൾ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതും അതിന്റെ പേരിലാണ്. പോരാളി ഷാജി പോലുള്ള സൈബർ സഖാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇടതുമുന്നണിക്ക് ഇവിടെ ഒരു തുടർഭരണം കിട്ടില്ലായിരുന്നുവെന്ന് വിവിധ സൈബർ പേജുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഇടതു നേതാക്കന്മാരെ പോലെയല്ല സൈബർ സഖാക്കൾ. അവർക്ക് ഇടതുപക്ഷം എന്നത് ഒരു വികാരമാണ്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൈബർ വിങ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണങ്ങളെ വലിച്ചു കീറി ജനങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിന് ക്ലീൻ ചീട്ട് നൽകുകയാണ് ഇവരുടെ പതിവ്. ലക്ഷക്കണക്കിന് സഖാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പോരാടിയതിന്റെ വിജയം കൂടിയാണ് ഈ തുടർഭരണം എന്നാണ് വിവിധ പേജുകൾ പറയുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം തങ്ങളാണെന്ന MV ജയരാജന്റെ കുറിപ്പ് അതിന് മറുപടിയുമായി ഇടത് സൈബർ പേജായ പോരാളി ഷാജി രംഗത്ത് വന്നു. അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു മരിച്ചവരാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമെന്നും തങ്ങളല്ല അതിന് കാരണമെന്നും പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന തലക്കെട്ടിൽ പോരാളി ഷാജി പേജിൽ ജയരാജന് അക്കമിട്ട് മറുപടി നൽകിയിരിക്കുകയാണ്. MV ജയരാജന് മറുപടിയുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രതികരണം വന്നതോടെയാണ് സൈബർ വേദിയിലും തമ്മിലടി തുടങ്ങിയത്. പിന്നാലെ MV ജയരാജൻ വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ ആരോപണവുമായി രംഗത്ത് വന്നു. പോരാളി ആരാണ് അതിന്റെ അഡ്മിൻ എന്ന് വെളിപ്പെടുത്തണം. ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർ തന്നെ അത് പറയണം, ഒറിജിനൽ ആണെങ്കിൽ അവർ തന്നെ പുറത്തു വന്ന് പറയണം എന്നാണ് ജയരാജൻ ഇതിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ മറ്റു പലർക്കുമുള്ള വിമർശനം കൂടിയായി മാറുന്നുണ്ട് എന്നതാണ് രസം. ഇനി ബാക്കി വരുന്ന ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.